Hello everyone. Hope you're all doing well. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് two gorgeous girls, Anuruba and Abhiruba ആണ്. Welcome my sweethearts. How are you both? Hi. Fine? How are you? I'm good. Thank you so much. And thanks so much for joining. It's a pleasure having you both here. Then I usually start off my videos introducing my guest. So this morning I was thinking, എന്താണ് നിങ്ങളെ introduce ചെയ്യുമ്പോൾ പറയുക എന്ന്. അപ്പോൾ immediately എൻ്റെ mind came up with very kind girl, polite girls, friendly girls. But there was an inner voice within me saying that these girls are much more than these, what you're thinking. These qualities they are thinking. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അതിങ്ങനെ ഇല്ല ഞാൻ എന്റെ കൈൻഡ് ആണ് അങ്ങനെ തുടങ്ങാം ഫ്രണ്ട്ലി ഗേൾസ് ആണ് അങ്ങനെ തുടങ്ങാം പക്ഷെ ദിസ് ഇന്നർ വോയിസ് വിത്തിൻ മീ വാസ് വെരി സ്ട്രോങ് ഇറ്റ് വാസ് ഗോയിങ് ഓൺ സേയിങ് ദീസ് ഗേൾസ് ആർ മച്ച് മോർ ദാൻ കൈൻഡ് മച്ച് മോർ ദാൻ ഫ്രണ്ട്ലി അപ്പൊ ഐ കുഡന്റ് ആക്ച്വലി ഫൈൻഡ് സം വേർഡ്സ് ടു ഡിസ്ക്രൈബ് യു ബോത്ത് mainly because your personalities are very huge, vast and meaningful, deep. പക്ഷെ ഒരു അവസാനം ഞാൻ ഒരു രണ്ട് വേർഡ്സ് എന്റെ മനസ്സിൽ വന്നത് വെരി ഹാർട്ട് സെന്റേർഡ് ഹ്യൂമൻ സെന്റേർഡ് ഗേൾസ് hope it does a little bit of justice at least. അപ്പം did you both want to introduce yourself just? Okay, I'm Angel Anurupa. I'm Angel Abhirupa. I'm 12th la പഠിക്കണ ദുബായിലാണ് ഇപ്പോൾ സയൻസ് സ്ട്രീം ആണ് എടുത്തിരിക്കുന്നത് മോളെ ദുബായിലാന്ന് പറഞ്ഞപ്പോ and obviously as everyone can see they're twins and ദുബായിലാണെന്ന് പറഞ്ഞപ്പോൾ I have never been to Dubai. ദുബായിനെ പറ്റി എന്താണ് മോളെ ദുബായിൽ ഒരു നല്ല ഒരു മോൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന ഒരു എന്താ പറയാ സംതിങ് ദാറ്റ് യു ആർ സോ ഡ്രോൺ ടു ദുബായ് പറ്റി പറയാ? ദുബായ് ഭയങ്കര സേഫ് ആണ് വേറെ കൺട്രീസ് കമ്പയർ ചെയ്യുമ്പോ പിന്നെ നീറ്റ് ആണ് പിന്നെ ലൈക് എല്ലാ നാഷണാലിറ്റീസിനെയും അക്സെപ്റ്റ് ചെയ്യും അങ്ങനെ എല്ലാ മോസ്കിന്റെ ടെമ്പിളിന്റെ ചർച്ചിന്റെ എല്ലാതും ഉണ്ട് ഇവിടെ മൾട്ടി കൾച്ചറൽ വെരി അക്സെപ്റ്റിംഗ് അല്ലേ? ശരിയാ അത് ശരി എല്ലാ കൾച്ചറും ഉണ്ട് അല്ലെ അവര് നമ്മള് മലയാളീസ് അല്ലാതെ ഇന്ത്യൻസ് അല്ലാതെ തന്നെ വേറെ കുറെ നാഷണാലിറ്റീസ് ഉണ്ട് സ്കൂളിലൊക്കെ ഇപ്പൊ കുറെ വേറെ നാഷണാലിറ്റീസ് ഒക്കെ ഉണ്ട്. അല്ല നമ്മളുടെ ഇന്ത്യൻ സ്കൂളാണ് അപ്പൊ ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ ചില വേറെ നാഷണാലിറ്റീസ് അങ്ങനെ പക്ഷെ നമ്മളിങ്ങനെ റോഡിലൊക്കെ നടക്കുമ്പോഴൊക്കെ കുറെ ആൾക്കാരൊക്കെ അപ്പൊ അവിടെ നാഷണൽ ലാംഗ്വേജ് അങ്ങനെ ഇല്ല അല്ലെ? ഉണ്ടല്ലോ സോറി അല്ലേ അറബിക് സോറി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മൾട്ടി കൾച്ചർ എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർത്തില്ല. പിന്നെ എന്താ ഞാൻ എനിക്ക് നിങ്ങളെ വീഡിയോ ഇതായിപ്പോയോ? ഇല്ല. വീഡിയോ ഹാങ് ആയോ? ഇല്ല. എനിക്ക് ആദ്യം തൊട്ടേ നിങ്ങൾ അറിയുമ്പോ എനിക്ക് ഒരു ക്വാളിറ്റി നിങ്ങളുടെയായിട്ട് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്തു കൈൻഡ്നെസ് ആൻഡ് വെരി പൊളൈറ്റ് ഗേൾസ് ആൻഡ് പിന്നെ ഈ ഇന്നത്തെ ഈ ഇന്റർവ്യൂവിന് മുമ്പ് 2 ദിവസം മുമ്പ് നിങ്ങളുടെ 2 പേരൻസിന്റെ അടുത്തും സംസാരിച്ചു. അപ്പോ എന്താണ് അമ്മയും 2 പേരുടെ അടുത്ത് സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ചു. അപ്പൊ അമ്മയും അച്ഛനും ആദ്യം 2 പേരും പറഞ്ഞത് എന്താണ് എന്റെ ഭയങ്കര കൈൻഡ് ആണ് അതായിരുന്നു ആദ്യത്തെ വേർഡ്. അച്ഛൻ ഇൻഫാക്ട് പറഞ്ഞു എന്റെ കുട്ടികളായതുകൊണ്ട് ഞാൻ പറയണതല്ല കേട്ടോ അവര് ഭയങ്കര പൊളൈറ്റ് ആൻഡ് കൈൻഡ് ഗേൾസ്. അച്ഛൻ വാസ് സോ പ്രൗഡ് വെൻ ഹി സെഡ് ദാറ്റ്. സോ I understand kindness is a choice alle every day you motivate yourself to be kind. Appo what are your thoughts about kindness mole like endana what is your motivation ella? I know naturally you both are kind but just to enda motivation illa അങ്ങനെ natural ആയിട്ട് be genuine and fake ആയിട്ട് ഇരിക്കാൻ പാടില്ല അത്ര fake അല്ല പക്ഷെ എനിക്ക് തോന്നുന്നു മോളെ എന്താ ബിക്കോസ് ദിസ് മോഡേൺ വേൾഡ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു എന്താ പെർഫോമൻസ് ഫോക്കസ്ഡ് ആൻഡ്
And then in schools, academics, there's a lot of competition, sometimes unreasonable competition. Kids are under pressure to perform because success is often measured in the targets, meeting targets, and success very tangible quantities measure. So kindness is, I feel like, I think kindness is undervalued. So it's very, and then it's a personally every day when you wake up and every person when you meet, you choose kindness. അങ്ങനെ ചെയ്യുന്നുണ്ടോ? ലൈക്ക് അങ്ങനെ ശരിക്കും ഒരു എഫേർട്ട് അല്ലേ നിങ്ങളുടെ? No, it's effortless. Effortless, that's fabulous. If it's coming effortless, ശരിക്കും ഒരു fabulous. And friends they appreciate it. I'm sure appreciate it. Yeah. Friends അതൊരു നിങ്ങൾക്കൊരു ഇമ്പാക്ട് എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ മോളെ? ലൈക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ where your kindness has made an impact and someone has ഒരു ഫീൽ ഒരു പറഞ്ഞിട്ടുണ്ട്? Like not an impact, but then when we be kind, and most people say that we are innocent, so our teachers say that don't be so innocent, enjoy your life and stuff. അങ്ങനെ പക്ഷെ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടായെന്ന് വെച്ചാൽ ലൈക്ക് in between when I took a break from YouTube videos, ഒരു fine morning I received a message from you both girls saying, Chechi, like why are you not doing any YouTube videos? We miss your videos. And I felt so happy and encouraged, and I felt for small girls to send such a message. That was like ഒരു ഭയങ്കര kindness and ഒരു human connection. And അത് എനിക്ക് എന്റെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ട് എനിക്ക് അപ്പൊ I felt so significant and so loved and so happy. I'm sure അങ്ങനെ കുറെ പേര് you would have made them feel significant and അങ്ങനെ. പിന്നെ വേറെ എന്താ സ്കൂളിൽ ലൈക്ക് now you're having a break അല്ലേ സ്കൂളില്? സ്കൂളില് വേറെന്താ ദുബായില് ഫുഡ് ഭയങ്കര, ദുബായിനെ പറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഭയങ്കര നല്ലതല്ല? എല്ലാ ടൈപ്പ് ഫുഡുകളും എല്ലാ ഇന്ത്യൻ ഫുഡ് ഒക്കെ കിട്ടും, എല്ലാ നാഷണാലിറ്റി ഫുഡ്സ് ഉണ്ട്, എല്ലാ അതൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ട്രാവലിംഗ് ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞു. ആൻഡ് ഓൾസോ കണക്ടിങ് വിത്ത് പീപ്പിൾ, ഫാമിലിയുടെ കൂടെ ട്രാവൽ ചെയ്യാനൊക്കെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ ഒക്കെ പോയില്ലേ? വെക്കേഷൻ ഐ മീൻ ലൈക്ക് ഹോളിഡേസ് ഇതിനൊക്കെ അപ്പൊ നല്ലതായിട്ട് എൻജോയ് ചെയ്യാം. എന്താ ഈ ഹോളിഡേക്കൊക്കെ പോകുമ്പോ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് എന്താ? We love packing and traveling, like the airport, airplane, and journey. And traveling as in like a flight journey experience ഭയങ്കര ഇഷ്ടമാണ്. Oh, why is it that like I haven't heard anyone say that they like, of course holiday എന്ന് ചോദിക്കുമ്പോ ആ ഒരു ആൻസർ കേട്ടില്ല. Of course a flight journey, that's a big experience, nice experience. And then like what is that experience that you like more about flight traveling? You're sitting near the window seat. Nature. Oh, that certainly is an experience, like sitting near the window seat and seeing everything from above. Yeah. And the world seems so small, isn't it, when you see everything from the top? Is that like, is it something that you have, like, in the world seems small? Is that, that's just my perspective. Like when you said, but that's a nice, like, traveling, sitting near the window seat, that's a beautiful, parde readhi and I loved it. പിന്നെ വേറെന്താ മോളെ, ലൈക്ക് I know അമ്മ said like you, അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോ അമ്മ ഒരു കാര്യം പറഞ്ഞത് എന്താ, അവര് എല്ലാം അവർക്ക് ഇഷ്ടമാണ്, എല്ലാത്തിലും like it's not just studies, it's not just അവർക്ക് socializing, they help me in the kitchen, they enjoy cooking, they are very social. അപ്പൊ they are like അമ്മ ഒരു വേർഡ് യൂസ് ചെയ്തു, ബാലൻസ്. അവർക്ക് എല്ലാത്തിലും പഠിത്തമാണെങ്കിൽ ഒരു ബാലൻസ് ഉണ്ട്. ഐ തിങ്ക് ലൈഫിൽ അതൊരു ഭയങ്കര ഇതാണ്. ലൈക്ക് യു ഷുഡന്റ് ബി ടു മച്ച് ഒരു കാര്യത്തിൽ ഭയങ്കര, ഞാൻ അങ്ങനെയല്ല ബിലീവ് ചെയ്തത്. ലൈഫ് ഇസ് ലൈക്ക് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് എവറിഥിങ്. So how do you do that? Does that also come effortlessly? But എങ്ങനെയാ അത് ചെയ്യുന്നത്? Like you have time for your friends, you have time for your family, you have time to study.
you make time and you enjoy everything. Like we don't like keep like study should be like 3 hours, not anything like that. Like you just study and focus on study, and then when you're over, just let it go. Don't still think of what you studied and you didn't study properly, nothing like that. Then after your studies, you can enjoy and do the rest of help everyone. Yeah. Now that's nice. Like when you do something, focus on that, and then like, when you have done that, like focus on something else and then not think of the other thing. If this is Anu and other one, either Anu, I get Anu. That's nice. I should also practice. That's a nice suggestion. Like I should start practicing that, because usually what happens with me is I start doing something and then my mind would be like, oh, I have to do that, and I switch over. Angana mati cheyum. But that's a nice advice. Like, when you do something, focus, and when you've done that, like, do something else, and then don't think of the other thing. And then doing one thing at a time. That's very beautiful. That's very, and I'm sure like people who are hearing this, they'll find this advice, not advice, it's like a suggestion. So how are you going with your science stream, as in like studies and science stream? Corpuna. Yes, psychology also. Psychology and biology, Yeah. And how you're enjoying it? Yeah, fine. And what do you learn psychologist out of curiosity in the like what are the psychology behavior, disorders, intelligence, mainly behavior, personality, as in the like behavior of human behavior. Human behavior. That's interesting. Actually, nalloru psychology in 11th, 12th. Psychology is interesting. Like I love psychology. അങ്ങനെ വേറെ എന്താണ് കുക്കിംഗ് ഇഷ്ടം ഭയങ്കര അല്ലേ? ഞാൻ ഫോട്ടോസ് ഒക്കെ അമ്മ അയച്ചു തരാറുണ്ട് കുക്കിംഗിന്റെ ഒക്കെ. എന്നാലും അമ്മ ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ? And another thing is like നിങ്ങളുടെ ഫാമിലിയിൽ ഒരു എനിക്ക് എപ്പോഴും തോന്നുന്നത് നിങ്ങൾ എല്ലാ ഫെസ്റ്റിവൽസും സെലിബ്രേറ്റ് ചെയ്യില്ലേ? എല്ലാത്തിനും ദിവാലിക്കാണെങ്കിൽ വിളക്ക് കത്തിക്കുക, ഓണത്തിന് എന്താ പറയാ ഒരു ടുഗദർനെസ് എപ്പോഴും എല്ലാ ഫെസ്റ്റിവൽസിനും അല്ലേ? അതെങ്ങനെയാ ലൈക്ക് ലൈഫില് ഒരു പോസിറ്റിവിറ്റി ഒക്കെ കൊണ്ടുവരില്ലേ? I wait for such festivals. Wait for such festivals you look forward to, like, because just a sentence. And happiness and like family, spend time with family. And I also know that you both have like values. This what you said, family is one of the value and oneness and kindness. Like where values in life that you hold and you would like to share, because values are profound and deep than career for sure. എല്ലാവരുടെ കൂടെ ഇരിക്കണം, like togetherness. ഒറ്റയ്ക്ക് മാത്രം ഇരിക്കാൻ പാടില്ല, എല്ലാവരുടെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കണം. And if you're not able to find anyone, doesn't mean that like you should actually enjoy your own company also. Like enjoying with someone else it brings more happiness. Like that's what you meant. Like and other than togetherness that increases happiness. അങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും നിങ്ങൾ അവിടെ പോയി അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് യു ടോക്ക് പേഴ്സണൽ ടോക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ലോങ് ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ടോ? എല്ലാവരുടെ അടുത്തും ഒരു എന്റെ മോളെ അനുക്കുട്ടി ഞാൻ വിട്ടു. Not long, not relationship, but yeah.
2 years, Friends 3 years. And do you no other than studies personal കാര്യങ്ങളൊക്കെ share Yeah. Yeah. I thought you would like അങ്ങനത്തെ ഒരു personality ആണല്ലോ and വീട്ടില് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ share ചെയ്യും. Yeah. Wow, that's nice. Where എന്താ any എന്താ more like you said like togetherness brings happiness and what else more like what are the things that brings happiness into your life like where എന്തെങ്കിലും something that you do or something that you when you experience that brings like happiness like true happiness from the heart like you can think I know it's like you might have time to think എന്തൊക്കെയാണ് togetherness Yeah, we love editing. We both edit videos together. So we make small birthday videos for relatives and friends. So we do editing together and we send it also. So that makes a lot of happiness. And wishing anyone for any event like first makes us very happy. What I know, meeting. The first one to wish them. And the mole I didn't cut sorry. Birthdays okay wishing first wishing ഭയങ്കര സന്തോഷം. Adum it's like again there you go you said like ഒരാൾ എങ്ങനെ impactനെ പറ്റി എനിക്ക് അറിയില്ല there you go like wishing someone birthday you're making someone special and significant and that they matter and all these are like comes only from a beautiful kind heart and that is giving you happiness also so that's like a very genuine it's not just you're doing it for making the other person happy it's coming from your heart that's fabulous നേരത്തെ പറഞ്ഞില്ലേ like we can't think of anything that നമ്മുടെ kindness ഒരു impact ഉണ്ടാക്കിയിട്ടുണ്ട് there you go ആൾക്കാർ ഈ വിഷ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അവരൊക്കെ ഹാപ്പി ആക്കുന്നുണ്ട് പിന്നെ എഡിറ്റിംഗ് അമ്മ പറഞ്ഞു ടെക്നോളജി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഈ വീഡിയോയിൽ ഒരു തംബ്നെയിൽ ഉണ്ടാക്കി തരണം പിന്നെ വേറെ എന്താ ലൈക്ക് ഇനി സ്റ്റഡീസ് ഇനി സയൻസ് കഴിഞ്ഞിട്ട് I know എന്താണ് it's a very hard question എന്താണ് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് like what are you looking forward to no I know like it's 17-18-year-old you haven't had much opportunities to explore your true skills and all that like what is that you really love but as of now what do you think like what are you looking forward after finishing your uni doctor let's like bachelor of medicine yeah that's nice oh my god doctor ശരിക്കും ഭയങ്കര ഒരു നല്ലൊരു പ്രൊഫഷൻ അല്ലേ and again what is the motivation like അച്ഛൻ ചൂസ് ചെയ്താണ് അച്ഛൻ ചൂസ് ചെയ്തു like അച്ഛൻ ചൂസ് ചെയ്തു but then like you should like there should be something that draws you to like നിങ്ങളെയും draw something ഉണ്ടാവണം yeah we like biology biology like there's like human science also like so you and I think like yeah like this technical scientific knowledge wise yeah but other than that our doctors I think like when doctors are kind it makes a lot of difference like appo ningade kindness also I'm sure that it will again have a very positive effect on your clients or your patients whomever you're going to serve Adam interesting so E12 the kind of you have to write an entrance exam to get into me so other prepare ചെയ്യുന്നുണ്ടോ prepare ചെയ്യില്ല എഴുതണം അങ്ങനെ like when you visualize yourself like medicine going to a bachelor medicine a school of medicine what are you feeling now like our feeling endana of course you should be like the parents proud ana but other than that like parents allada vare how would you feel after 2 years കഴിഞ്ഞിട്ട് school of medicine like പോകുമ്പോ
Excited ആണ് പക്ഷെ അറിയില്ല. I don't think of college like a lot. ഇപ്പൊ പഠിക്കുന്ന enjoy ചെയ്യ് അങ്ങനെ. Like you haven't thought about that. So that's how it has to be. Like I just wanted to know how you feel, but that's how it has to be. Like you every moment you be happy. If you're like you enjoy what you're doing, and that will lead you to more and more happiness and joy in life. But that's a nice choice, like doctoral. More like I want to ask you something else. All these teenagers, I have noticed, or like I've heard that these teenagers go through a lot of pressure when they have to choose a special, like their studies after uni, and especially in cultures like India, like there's a pressure for children to make their parents feel proud also. It's not like the Western world. Their kids after their school they start doing some part-time job, and eventually they find what's that they what interests them. So like in India it's like or in Dubai, like it's like kids after school they have to go to uni and they have to choose something, and they have to make sure that everyone, their parents are happy, society is happy. That so I have heard that that's of course that creates a lot of pressure for the kids, like, and I've heard so many kids talk about that also. So have you, like, what are your thoughts? Like, have someone shared with you that experience, like um, that they experience such pressure, or do you think that's a social issue amongst According to me, there's nothing like not all teenagers undergo this stress because for some teenagers they're already passionate about what they should study. So they already know 2 to 3 years back what stream to choose and stuff. So they already have discussed with their parents. So there's no stress for them. For some people, they do what their friends have chosen because they don't want to get separated. So there's no stress for them also. Like for some people, their parents choose. So not all teenagers undergo this pressure. And like already when they're 9th and 10th, they will know what their likings are. And in my class, there are some students who don't know what they should do. They just simply choose some subjects and they're studying that. And they still don't, some students are not taking maths, but there are some students who are taking maths. They find that difficult and they feel like they want to change their subject. There are some students who experience this. Okay, so that's like when they choose something which they are not passionate about. So that's like the misalignment. That's what causing like that stress or the pressure. Not the pressure, as in like the misalignment causes a bit of suffocate feeling. Yeah. And do you think like the parents, like parents, like not your parents, I mean that parents are understanding, as in like എല്ലാവരും because my generation parents would be like, this is what you have to do. Like there's not just parents in the kuttamalla, like there's not much opportunities for us to explore our passion. We just have 5 subjects in school, and then how would a child get to explore what they're passionate about from these 5 subjects? Do you think like now you have more opportunities to explore and find your in our school before we choose our stream we'll have a small meeting and session workshop to know about all the subjects that are available in our school. So and then if you have any doubt you can ask those teachers, you can ask our counselors, so there's no doubt and such. And you have access to internet also. Oh, that's great. Like, it looks like കുറച്ചൊരു നല്ലൊരു system ഉണ്ട് അല്ലേ? Yeah. And when നിങ്ങളുടെ friends ഒക്കെ in this stream, like I know you wanted to say something. Sorry, you're fine. Yeah. And you were saying something about counselors and no, no, that's അങ്ങനെ പിന്നെ എന്താ our friends also have chosen science stream. Okay, so most of your friends have also chosen science. Yeah. So you have to study biology, and psychology is a subject, psychology, and then you have like how many other physics and chemistry. Physics, chemistry, and then there's a language. English. Okay. But so and then after you finish this, like after you finish your
school, you write an exam to get into. Yeah. Yeah, university. And Achan said like Georgia പോകാനാണ്. Yeah. അതും Georgia is like close to Dubai. Yeah. 1 or 2 hours travel. By road, is it by flight? No. Flight. Flight, okay. Oh, okay. So, like, what are your thoughts, like, feelings about moving out from home? Like, you're excited. ആലോചിച്ചിട്ടൊന്നുമില്ല. ഇല്ല. And I think that's a good thing, മോളെ. Like, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഫ്യൂച്ചറിനെ പറ്റി ഭയങ്കരമായിട്ട് ചോദിക്കുമ്പോൾ you both are like so grounded in the present moment and so in sync with reality, which is like just fabulous. And then I think like everyone should be living in the present moment and just enjoying the present moment. Yes, we should have some plans about future, but then and we shouldn't be too much and അതിലേക്ക് future like that's nice. That's also I think like everyone should be practicing. അതാ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ personalities are very deep and vast. Well, thanks for sharing that. That's a nice perspective. പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ലൈക്ക് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്പെഷ്യൽ ബോണ്ടിങ് ആണ്. എന്താണ് you both are always there for each other and support each other and അപ്പോ you അതും എന്താണ് I know like you have always been like that. But, അതിനെ പറ്റി എന്താണ് the special bonding that you share? I'm sure like the audience would love to hear about it. Especially we're always together. At the same time, we always fight. Every day there's one fight at least. We're always together. Yeah, and then everyone considers us one individual rather than two different, especially in school. Oh, that's so beautiful. And I like your honest, like, your honesty. You said like we fight also. And when you argue, when you have a disagreement, how do you patch up? Or how do you just... It takes some time. Yeah. Most of the time, my mother will come and solve it. But then like even your mother comes, you both should be എന്താ പറയാ ഒരു intention to understand the other person and also create a non-judgmental space and അത് നിങ്ങൾ എപ്പോഴും ഡിസഗ്രിമെന്റ് വരുമ്പോ you like I think like you both are open to understanding the other person's views and അല്ലേ അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നാച്ചുറലി വരുന്ന ഒരു കാര്യമല്ലേ? And I think like അത് നിങ്ങളുടെ വേറൊരു ക്വാളിറ്റിയാണ് openness to other perspectives അല്ലേ? Like school ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ like if there's a misunderstanding or and like how do you if there's a conflict or how do you resolve that? Yeah, I just don't talk and just like be silent for some time and think what the other person said and what you think. So by time you'll understand. I know. Aniko, did you have like did you want to share something? The same thing. Same thing. You both are. Oh, എനിക്കറിയാം like it blows my mind to hear your perspective. ശരിക്കും like you sit for some time and then think about the other person's perspective and then try to integrate that and അല്ലേ? I don't think that your age എനിക്ക് അത്രയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. It's like what I think is right. Like why are people not understanding me? And people who don't understand me, like I don't like them. It was as simple as that. But yeah, nice to hear like at this age you both are having such beautiful perspectives about life and that openness to accept other people's opinions and viewpoints. So that's so beautiful. And വേറെ എന്താ മോളെ? Something else you wanted to share, like something. What like what do you do like on weekends and the chain? How does your normal day like look like? Most of the day we study. Then
Yeah, nothing much. Yeah, we go swimming nowadays. We're learning swimming. Oh, you do go for swimming? That's like I say, learning swimming, or you just go for like learning swimming? Learning swimming. Yeah, that's. So how do you find swimming? And at what stage are you? No, we learn not an institute or anywhere where my father teaches me. Oh, that's. You have a pool nearby, as well, like in the. No, yeah, it's my father's friend's house nearby. There's a pool. Oh, that's like Achan teaches and. Yeah, both are daddy's girls. And like obviously you both love both your parents, but like daddy's girl. So എനിക്ക് ചെറുപ്പത്തില് ലൈക്ക് ഇപ്പൊ now I remember നിങ്ങൾ ചെറുപ്പത്തില് ഞാൻ ഒരിക്കൽ കണ്ടപ്പോ ലൈക്ക് അമ്മയും നിങ്ങളും മാത്രമായിരുന്നു വന്നത് നാട്ടില്. അച്ഛൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ചെറിയ കുട്ടികളായിരുന്നു. അപ്പൊ അച്ഛൻ ഫോൺ ചെയ്തു. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെന്റില് അച്ഛ അനു ആരോ നിങ്ങൾക്ക് എന്തോ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു. അപ്പൊ അനു ചോക്ലേറ്റ്, അബി ചോക്ലേറ്റ്, അങ്ങനെയൊക്കെ അച്ഛനോട് പറയണ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെ വേറെ എന്താ? അയ്യോ, ഒരു കാര്യം ചോദിക്കും, നിങ്ങളുടെ മുടി, അയ്യോ എല്ലാ ഫോട്ടോസും നിങ്ങൾ ഇപ്പൊ കെട്ടിയിട്ടിരിക്കുന്നതാ, പക്ഷെ മുടി നല്ല മുടിയല്ല, ലൈക്ക് വെരി എല്ലാം everything, like all your features are, everything is beautiful. But മുടി ഒരു ഹൈലൈറ്റ് ആണ്. മുടിക്ക് എന്തെങ്കിലും ഇതുണ്ടോ? വല്ല സജഷൻ? How do you take care of your hair? No, it's long hair, but it's not big at all. I don't apply anything, nothing, just normal. Natural ആയിട്ട്. But very beautiful hair ആണ് രണ്ടുപേർക്കും. പിന്നെ എന്താ മോളെ? Like now that you're a psychology student, something that I would like to ask is, I know like this modern world competition ano, there's comparison, or there's so much focus on performance, and so I feel like kids are like the price that we have to pay for is kids are just kind of disconnected from themselves. Not everyone, but so many are. And mental health എല്ലാവരുടെയും ഒരു നമ്മൾ ഭയങ്കരമായിട്ടൊരു കോൺസിക്വൻസ് ഓഫ് ഓൾ ദിസ് ഈ മോഡേൺ വേൾഡിന്റെ പ്രഷറും മോഡേൺ വേൾഡിന്റെ സ്ട്രെസ്സിന്റെയും കോൺസിക്വൻസ് എന്ന് കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് ഒരു എഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് kids suffer from social anxiety, depression, different addictions, screen addiction. The underlying root cause, there's a disconnection. They're disconnected from themselves, and kids feel unloved. Angane, do you like നിങ്ങൾ psychology students ആയതാണ് ഞാൻ ചോദിക്കുന്നത്. What are your thoughts? What do you think? എന്താണ്? And have you met, like, have you come across someone who face that? Not much. നമ്മളെ ഓഡിയോ ഒന്ന് കട്ടായി. അല്ല ഇപ്പൊ ശരിയായി പറയും പോലെ. എന്താ പറഞ്ഞത് കേട്ടില്ല. I don't know what to say. I know, like even I think like it's a very disappointing sound. Like ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? But have you met, like come across someone, like a teenager who has some anxiety or അങ്ങനെ? ഇല്ല. That's nice. അങ്ങനെ like I wish എല്ലാ ചൈൽഡും mental നല്ല ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെന്ന്. അങ്ങനെ സ്ക്രീൻ അഡിക്ഷൻ തോന്നിയിട്ടുണ്ടോ? സ്ക്രീൻ kids spending a lot of time. Yeah. And especially like now, like in our school, we have like online classes and face to face. Like we go to school, say some students was online, so like we can't bring our devices. Like till like 10th grade, nobody's allowed to bring any device. Now we can bring device. So like as they bring their phones, like too much into that, and like even though the teacher is teaching, they have their phones on the table, and in school they take pics, and
they're just addicted to those devices. And you can't blame the kids also, because it's just everyone is inside their apartment. They're not seeing their friends, and what else they would, there's no opportunity to connect, isn't it? Like, you of course you connect to online, but then it's, it doesn't, nowhere you can replace a human face to face, sitting near someone and talking with someone. Adine orikkalum replace ചെയ്യാൻ പറ്റില്ല. So yeah, and പിന്നെ മോളെ ലൈക്ക് നിങ്ങക്ക് നാച്ചുറലി ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴും ലൈക്ക് മോള് ഭയങ്കര നാച്ചുറലി സംസാരിക്കുന്നു. And then when I asked you both, like, whether we can do a chat together, YouTube chat, you both were like, yes. And I also love what you said. Ask me any, like, and I asked you both, like, whether there are certain questions you would like me to ask, and you both were like, ask us anything, we would answer. അതും ഭയങ്കര കോൺഫിഡൻസ് ഓടെ, like, and that shows that you are open to talking any topic, or you're free, or you trust everyone, you trust life, and you feel safe around everyone, and you would want to connect with everyone, hear their experience, share your experience. So adum oru personality is a beautiful part, and with you, how do you do that? Because it doesn't come naturally to me. We take time to interact. It will take 10 minutes. Then it's like naturally it does come. Anu kuttiyo? Like close relations ഒക്കെ നമ്മൾ വേഗം സംസാരിക്കും, like interact ചെയ്യും. പക്ഷെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇത്തിരി സമയം എടുക്കും. It's natural, isn't it? Like ആദ്യമായിട്ട് കാണുമ്പോ it's very natural. Like നമുക്ക് കുറച്ച് സമയം എടുക്കും to initiate a conversation and get to know that other person, and then you start, like, opening up. And especially because നിങ്ങളുടെ personalities are quite huge personalities ആകുമ്പോൾ, it takes a little while to get to know the other person, and for that person to get to know you. But in general, I'm sure, like, I suppose you both, like, love being around people, and അത് already നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ വേറെ എന്താ, something else, like Onam is coming up, I'm sure you both are looking forward to it. Onathinu, what do you now usually do? Yeah, we foodum പിന്നെ സദ്യ കഴിക്കും. Porkidum. I know, I've seen the pictures. I like porkidum. And nalla dress ellathinu, whether it's birthday party, whether it's any festival, you both nalla same dressuകൾ ഇട്ടിട്ട്, the way you dress up is like, it's so, എന്താ ശരിക്കും ഭയങ്കര രസം കാണാൻ. എന്താണ് ഡ്രസ്സൊക്കെ എപ്പോഴും ഒരുപോലെ, ഡ്രസ്സിങ് അതിനെപ്പറ്റി ഫാഷൻ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും. എന്താണ് ലൈക്ക് ഡ്രസ്സ് മേടിക്കുമ്പോ എന്തെങ്കിലും മനസ്സിൽ ഒന്ന് തോന്നുന്ന ഒരു സജഷൻ, ഒരു ടിപ്പ്? Fashion, because it's so heartwarming to see you both, like, wearing matching dresses and matching jewelry, and adakku bhayangara rasa, and also with your hair, beautiful hair. നമ്മളെപ്പോഴും സെയിം ഡ്രസ്സേ വാങ്ങില്ലു. ഇപ്പൊ ഷോപ്പില് ഒരു നല്ല ഭംഗിയുള്ള ഡ്രസ് ആയിരിക്കും, പക്ഷെ അത് ഒരെണ്ണേ ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് വാങ്ങത്തേ ഇല്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങില്ല. അത് ഭയങ്കര സ്വീറ്റ് ഓഫ് യു. And എല്ലാം ഷൂസ് ഒക്കെ തന്നെ ഒരേപോലത്തെ അല്ലേ? അങ്ങനെ. And do you think all twins are like that? No. ചൈൽഡ്ഹുഡ് മാത്രം ചിലപ്പോൾ സിമിലർ ഡ്രസ് ഒക്കെ ഇടും. പിന്നെ വലിയ കുട്ടികളാകുമ്പോ അങ്ങനെ ഡിഫറെന്റ് ആവും. നിങ്ങൾ അന്ന് ഏതൊരു ഫോട്ടോയില് ഷൂസ് രണ്ടുപേരും പിങ്ക് കളർ ഷൂസ് ഒക്കെ ഇട്ടിട്ട് അല്ലേ? അങ്ങനെ എല്ലാം അങ്ങനെയാണോ? കമ്മല്, മാലാക്ക, അങ്ങനെ. അത് നിങ്ങൾ രണ്ടുപേർക്കും സയൻസ് ഇഷ്ടമായിരുന്നു? പഠിക്കുമ്പോ ഒരുമിച്ചിരുന്ന് പഠിക്കും? ഹൗ ഡു യു ഡു? ലൈക്ക് ഒരുമിച്ചിരുന്ന് ചിലപ്പോ മാത്രം അങ്ങനെ. വേറെ ഐ തിങ്ക് ലൈക്ക് നമ്മള് pretty much ഭയങ്കര ടോപ്പിക്സ് ഒക്കെ സംസാരിച്ചു അല്ലേ? നമ്മള് ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഒക്കെ സംസാരിച്ചു. അപ്പൊ something else, sweethearts, you both want to share, like, Yeah, we like your putting status conscious meals. All your conscious meals are nice. That's so nice of you to say.
And I feel so happy. You both like effortlessly make people happy. I think like this kindness is or your that our beautiful heart to make other people happy. That's that is like just that's very undervalued in the modern world, but അതൊരു ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ്. Because it just if when you said that, I feel so happy and significant that I am doing something significant. And so thank you so much. And keep sharing your kindness and happiness. അങ്ങനെ പിന്നെ അമ്മ one more question. അമ്മ ടീച്ചർ അല്ലേ? How അതെനിക്ക് അമ്മ ടീച്ചറാണ്. How is it like to be a teacher, to be teachers kids? And I mean like to have a mother who's a teacher. അമ്മ എപ്പോഴും ടീച്ചർമാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ പറയുന്നത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അതൊന്നും മിസ്സാക്കാൻ പറ്റില്ല. എനിക്ക് ചില ടീച്ചർമാരെ അത്ര ഇഷ്ടമല്ല. അപ്പൊ അമ്മ പറയും അത് കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ. പക്ഷെ എനിക്ക് അത് അത്ര ഇഷ്ടമല്ല. Thanks for being honest. അനിക്കുട്ടിയാണോ എന്താണ് മോൾ എന്തെങ്കിലും പറയുന്നു? That's true. No, sometimes you don't agree with people and you don't agree. That's all. And you can't, you can't, agree with every other opinion or every other and perspective or viewpoints, and which is all right. And you don't have to be like, if you don't, as in like, you're not drawn to someone, you're not drawn to someone, and whether it's teachers or anyone. When you always like in any case, you always you both are very respectful other മറ്റൊരു ആൾക്കാരുടെ വ്യൂ പോയിന്റ്സ് ആണെങ്കിൽ എല്ലാത്തിനും അല്ലേ? നമുക്ക് thank you so much, മോളെ. So it was wonderful talking to you both, and I'm sure നമ്മൾ കേൾക്കുന്ന audience also നിങ്ങളുടെ happiness അവർക്ക് ഒരു I'm sure it would have brought smiles to so many people's faces. And anyways, it was wonderful talking to you both. Thank you so much for your time. We will do the thumbnail for this video. Sorry, darling? We will do the thumbnail for this video. In the audio, it's not clear. We can do a thumbnail for you. Thanks. Oh, we can make a thumbnail. Yeah. Oh, thanks so much. I would love you to make a thumbnail. And especially like you both are very technology, love passion for technology. I would love for you to. Thanks for that. And so sending you both lots and lots of love, and thank you for sharing everything. Open to share it. Thanks and love you both. Have a wonderful day. Thank you. Bye.